Namaste viewers, welcome back to my new video in the 25th February. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആണ്. ഇന്ന് മോർണിംഗിൽ വന്ന ട്രേഡുകളാണ്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന അദാനി പവറിലാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിഗ്നൽസ് പിക്ക് ചെയ്ത് തരുന്നതാണ്. അവിടെ കൺഫേം ആയിട്ടുള്ള ട്രേഡുകൾ മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി, എക്സിക്യൂട്ട് ചെയ്തേച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് നിങ്ങൾക്കാണ് ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പം ഇതിനകത്ത് ആദ്യം കാണിക്കുന്ന അദാനി പവറിലാണ്. അദാനി പവറിൽ നമുക്ക് രാവിലെ ബൈ വന്നിരിക്കുന്നത് കണ്ടോ, ഇത് വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ. ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അദാനി പവറിൽ ബൈ കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ ഈ റെഡ് ഡൗൺ ആരോ സെല്ലുമാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ ഈ അലർട്ട് മെസ്സേജിനകത്ത് എഴുതി കാണിച്ചു തരും ഏത് റേറ്റിൽ സെൽ എടുക്കണം. ബൈ ആണെങ്കിൽ ബൈ ഡീറ്റെയിൽസ് എഴുതി കാണിച്ചു തരും. സെയിം ഡീറ്റെയിൽസ് മേഖലത്തെ ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളിത് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ബൈ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് തന്നെ എഴുതി കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാറില്ല, ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറേ കാണുള്ളൂ, അത് ഗ്രീൻ ആയി നോക്കുക. ഇൻ കേസ് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഈ ബൈ വന്നിരിക്കുന്ന റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് കയറിക്കൊണ്ട റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. അപ്പോൾ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന മാർക്കറ്റിൽ താഴത്തെ ബാറിലേനും നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പ്രൈസ് ബൈ സോൺ ആയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ക്യാൻഡിൽ ഇപ്പോൾ തേർഡ് ക്യാൻഡിലാണ് കൺഫർമേഷൻ വരുന്നെങ്കിൽ തേർഡ് ക്യാൻഡിൽ എടുക്കുക, മാർക്കറ്റിൽ എൻട്രി എടുക്കുക. താഴത്തെ ബാറും പ്രൈസ് ആണോ ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് എടുക്കുക. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറി, ഇവിടുന്ന് കയറിയ ശേഷം ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ താഴത്തെ ബാർ കണ്ട നമ്മുടെ കൺഫർമേഷൻ ബാറിൽ യാതൊരു ചേഞ്ചസ് സംഭവിച്ചില്ല. ദാറ്റ് മീൻസ് താഴത്തെ ബാർ ഗ്രീൻ നടത്താതെ മാർക്കറ്റ് കയറുമെന്ന് തന്നെയാണ്. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറി. ഇപ്പം സ്ലൈറ്റ്ലി ഇപ്പോൾ എന്ന് പറയുമ്പോൾ ടൈം എത്രയാണ്, 2:15 ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. പക്ഷേ നമുക്ക് ഓൾറെഡി ടാർഗറ്റ് നല്ലൊരു അപ് ട്രെൻഡാണ് രാവിലെ അദാനി പവർ വന്ന. ബാറ്റ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ബൈ വന്ന് നല്ലൊരു പെർഫോമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സെല്ല് വന്നിട്ട് നമുക്ക് കൺഫേം ആയി ഈ ലെവലാണ് കേട്ടോ. അവിടെ നിന്നാണ് മാർക്കറ്റ് ആക്ച്വലി സെല്ല് വന്ന ശേഷം അധികം മാർക്കറ്റ് ഇറങ്ങിയിട്ടില്ല, കാരണം സൈഡ് വരുന്നു നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയുണ്ട്. താഴത്തെ ബാർ റെഡ് ആയതുണ്ട്. ആ ലെവലിൽ നിന്നാണ് ആക്ച്വലി മാർക്കറ്റ് ഇറങ്ങാൻ തുടങ്ങിയത്. ഒരു 59 അറൗണ്ട് ആയിരുന്നു മാർക്കറ്റ് ആ ടൈമിൽ നിന്നത്. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ലോ കാണിക്കുന്ന 1337-70 വരെ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കയറുന്നത്. അപ്പോൾ ബാറ്റ ഇന്ത്യയിൽ നമുക്ക് 2 ട്രേഡ് വന്ന് 2 കൺഫേം ആയിരുന്നു. പിന്നെ ഡോക്ടർ ഇടി നോക്കുകയാണെങ്കിലേ ഇത് ഓൾറെഡി ഒരു ട്രേഡ് ഇന്നലെ വന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഈ 24/2 കാണിക്കുന്നുണ്ട്. അതായത് ഇന്നലത്തെ ട്രേഡ്. പക്ഷേ ഇന്നലെ ക്ലോസിംഗ് ആയപ്പോൾ തന്നെ കൺഫർമേഷൻ കിട്ടി. അപ്പോൾ ആ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇൻട്രാഡിൽ നമ്മൾ ക്ലോസിംഗ് വരുന്ന ട്രേഡ് എടുക്കാറില്ല. പക്ഷേ ആ ഒരു ട്രേഡ് ഇന്ന് കൺഫേം ആയി. കാരണം ഇന്നത്തെ നമുക്ക് ഇന്ന് സിഗ്നൽ ഒരു സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ പിന്നെ നമ്മളിവിടെ ഒരു റെഡ് ആരോ, അതായത് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി സെല്ലിലാണ് കിടക്കുന്ന മാർക്കറ്റ്. നമ്മൾ ഇത്ര നോക്കി വെച്ചാൽ മതി. മാർക്കറ്റ് അതിൻ്റെ സപ്പോർട്ട് എടുക്കുന്നുണ്ടാന്ന് നോക്കുക. അത് ഈ ഒരു ക്യാൻഡിൽ കണ്ട ഇവിടുന്ന് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് നേരെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കറ്റ് റേറ്റിൽ സെല് ചെയ്തിടാം. നല്ല രീതിയിൽ ഡൗൺ പോയി ഇപ്പം മാർക്കറ്റ് റേഞ്ച് നിൽക്കുവാണ്. ഒരു എന്താ കണ്ടിന്യൂഷൻ മാർക്കറ്റ് വരുമ്പോൾ ഓൾറെഡി ഒരു സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇന്ന് പിന്നെ സെല്ല് വരേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഒരു സെൽ ആക്റ്റീവായിട്ട് നിൽക്കുവാണ്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് ബൈ ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ നമ്മൾ സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് അവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് ഡോക്ടർ റെഡിലും കിട്ടി. പിന്നെ ഞാൻ കാണിക്കുന്നത് M&M ആണ്. രാവിലെ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നത്. ബൈ വന്ന് നല്ല രീതിയിൽ കയറിപ്പോൾ ഇപ്പോൾ സെല്ല് വന്ന് നിങ്ങൾക്ക് നോക്കിയാൽ റെമഡി സെല്ല് താഴത്തെ ബാറും പ്രൈസും ഒക്കെ കൺഫേം ആണ്. ആസ് പെർ സോഫ്റ്റ്വെയറിൻ്റെ കൺഫർമേഷൻ പാരാമീറ്റർ അനുസരിച്ച് കൺഫേം ആണ്. പക്ഷേ ഈ ട്രേഡ് നിങ്ങൾ എടുക്കല്ലേ, കാരണം വെച്ചാൽ സൈഡ് വേയിലാണ്. നമുക്ക് സെല്ല് വന്ന ശേഷം ഒറ്റ ക്യാൻഡിൽ പോലും റെഡിലോട്ട് വന്നിട്ടില്ല. എല്ലാം സൈഡ് വേ ഇൻഡിക്കേഷൻ. സൈഡ് വേയിൽ ഒരു 90% മാർക്ക് റിവേഴ്സൽ സംഭവിക്കും. അപ്പം നമുക്ക് താഴെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കല്ലേ. അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ അവോയ്ഡ് ചെയ്യാം, കാരണം ഇത് റിവേഴ്സൽ അവിടെ സംഭവിക്കും. ഒറ്റ ക്യാൻഡിൽ റെഡിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാക്കി, അതായത് ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കി ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ലൈവ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും ലൈവായിട്ട് കാണാനും നമുക്ക് ഡെമോൺസ്ട്രേഷൻ അവൈലബിൾ ആണ്. ലൈവ് കാണാനും അതുപോലെ നമ്മൾ ഓൺ കോളിൽ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള. ഡയറക്റ്റ് ഓഫീസ് വന്നെങ്കിൽ ഡയറക്റ്റ് വരാവുന്നതാണ്.